ലാസ്റ്റ് 1 മന്തായി ഞങ്ങളുടെ ഫുൾ ടീം, ഞങ്ങളുടെ വൈബ്രൻറ്റ് ടീം ഓഫ് അമൃത പ്രീ സ്കൂൾ നമ്മുടെ ഗ്രാജുവേഷൻ ഡേയുടെ പിന്നാലെയാണ്. സോ ടീച്ചേഴ്സൊക്കെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് കൾച്ചറൽ പ്രോഗ്രാംസിന് വേണ്ടുന്ന പ്രാക്ടീസ് കൊടുക്കുക. സോ വി ഓൾ ആർ ബിഹൈൻഡ് ദാറ്റ് പ്രോഗ്രാം ടു മേക്ക് ഇറ്റ് എ ഗ്രാൻഡ് സക്സസ്. അമൃതയാൻ 2 സ്റ്റെപ്പ് അപ്പ് സെറമണി 2024-25 ബാച്ചസ്, ഞങ്ങളുടെ സീനിയർ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസ്, they are getting their graduation today. ഞങ്ങളുടെ ഫുൾ ടീമും ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഈവൻ അവർ പ്രിൻസിപ്പൽ, മാനേജർ, എവ്രിബഡി. ആസ് എൻ അക്കാഡമിക് കോർഡിനേറ്റർ ഞാനിത് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഗ്രാജുവേറ്റ്സിന് ഇയർ ഇറ്റ്സ് കമ്മിങ്. അപ്പോൾ അതൊരു ഗ്രാൻഡ് സക്സസ് ആക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ടീമിൻ്റെ ഒരു എയിം തന്നെ. നമ്മുടെ മോൻ്റെ ഗ്രാജുവേഷൻ ഡേ നടക്കുകയാണ്. അപ്പം എല്ലാ പാരൻസും ഇവിടെ എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ മോനിങ്ങനെ ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, എങ്ങനെയാണ് അവിടെ ചെന്ന് പെർഫോം ചെയ്യാന്നൊക്കെ ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാവരും എക്സൈറ്റഡ് ആണ്, അവനും എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ്, സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എത്രത്തോളം എങ്ങനെയാണത് എന്നൊന്നും അറിയില്ല. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും കുഞ്ഞും. പിന്നെ അവന് സ്പീച്ചിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. നല്ല എന്തായാലും സക്സസ് ആയിരിക്കുമെന്നൊരു ഉറപ്പുണ്ട്. ഇന്നത്തെ പ്രത്യേക സെറിമണിക്ക് വേണ്ടി എത്തിയിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ, അവരുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
അപ്പോൾ ഗ്രാജുവേഷൻ ഡേ മൊത്തത്തിൽ ഓവറോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം നമുക്ക് തോന്നും ഓക്കെ UKG പഠിക്കുന്ന ഒരു കുഞ്ഞിന് എന്തിനാണ് ഗ്രാജുവേഷൻ, ഇത് ഞാൻ ഉൾപ്പെടെ കേട്ടപ്പോൾ അങ്ങനെയാണ് കരുതിയത്. പക്ഷേ ടീച്ചേഴ്സ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഓരോ കുഞ്ഞിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും പാരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ട് ആ കുട്ടികളുടെ ഓരോ സ്റ്റേജസിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഗ്രാജുവേഷൻ ഡേ. അവർ മൊത്തത്തിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത വേ ആണെങ്കിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചത്, ഈവൻ അവരുടെ വർക്ക് പോലും അത്രയും പ്രാക്ടീസൊക്കെ കൊടുത്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ വേയിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് എ പാരൻറ്റ് ഞാൻ ഓവറോൾ ഇവരുടെ രീതികളിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം അക്കാഡമിക്സ് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഫോക്കസ് എന്നുള്ളതിനും ഇത് നോക്കിയിട്ട് അക്കാഡമിക്സ് പ്ലസ് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അത് പാട്ടാകട്ടെ, ഡാൻസ് ആകട്ടെ, അല്ലെങ്കിൽ ഓരോ സ്പെഷ്യൽ ഡേയ്സ് ആകട്ടെ, മൊമെൻറ്റ്സ് ആകട്ടെ, എല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇനി കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്. കമ്മിങ് ഇയേഴ്സിലും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. കോൺവക്കേഷൻ ഡേ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആദ്യം തന്നെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത സിന്ധു മാമിനും അത് കോർഡിനേറ്റ് ചെയ്ത പ്രവീണ മാമിനും ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് ഇത്രയും സന്തോഷം കിട്ടുമ്പോൾ അവരത് ഒരിക്കലും മറക്കില്ല. പിന്നെ അവരുടെ മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും, പിന്നെ കുട്ടികളുടെ പ്രാക്ടീസ് കൊടുത്തതും, ഞാൻ തന്നെ 2-3 പ്രാക്ടീസ് ഡേയ്സിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരത് കണ്ടക്ട് ചെയ്യുന്ന രീതിയും പ്രാക്ടീസ് കൊടുക്കുന്ന രീതിയും കുട്ടികൾ നടക്കുന്ന രീതിയാണെങ്കിൽ ഓരോന്നിനും ഓരോ കാര്യങ്ങളും ചിട്ടയായിട്ട് പഠിപ്പിച്ച് തന്നെയാണ് അവരത് ചെയ്തത്. എൻ്റെ മോന് ഇതിന് നല്ലൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു സ്റ്റേജ് ഫിയറും ഇല്ലാതെ മോൻ നല്ല രീതിയിലൊരു സ്പീച്ച് കോൺവക്കേഷൻ അവന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ഡാൻസ് ചെയ്യാൻ പറ്റി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു കോൺവക്കേഷൻ ഡേ. നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കോൺവക്കേഷനൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ സമയത്ത് കുട്ടികൾക്ക് അവരുടെ ടാലൻറ്റ് എക്സ്പോസ് ചെയ്യാനും അവരുടെ ആ ഒരു വർഷത്തെ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു ലാസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഫ്യൂച്ചറിലും അവർക്ക് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ലൊരു മെമ്മറി ആയിരിക്കും അവർക്കത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണ്, വളരെ എക്സ്പെക്റ്റേഷനുണ്ട്. പിന്നെ സ്കൂളിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിലാണ് അവർക്ക് ടാലൻറ്റ് പുറത്തു കൊണ്ടുവരാനായാലും അക്കാഡമിക് ആയാലും റൈറ്റിംഗ് സ്കില്ലായാലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് നല്ല രീതിയിൽ അവർ സംസാരിക്കാനുള്ളൊരു അവരൊരു ഇൻട്രസ്റ്റ് എടുത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ. മൊത്തത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പിയാണ്. അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഇവിടെ തന്നെയാണ് പോകുന്നത്. വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി കാത്തിരിക്കുകയാണ് അവരുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള ലൈഫ്.